ഇത്രയും കാലമായിട്ട് നിനക്ക് നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞൂടെ? വീട്ടിലിരിക്കുന്ന ഇവളെവിടെ പോയി വാങ്ങിക്കാൻ? ഇവൻ ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്തത്. ആര്യെ, ഇത്രയും കാലം ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിച്ചത്. അവനെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. നീയായിട്ട് ഇനി അവനെ നശിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ രീതിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ ചേട്ടനെ നശിപ്പിച്ചെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. മേലിൽ ഇത് ആവർത്തിക്കരുത്. നീ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് കരയല്ലേ ആര്യേ? ഒന്നുകിൽ നീ അവർ പറയും പോലെ കേൾക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് അവരറിയാതെ നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു. ചെന്ന് കയറിയ വീട്ടിൽ ആദ്യമേ അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചപ്പോൾ സമാധാനം ആയല്ലോ നിനക്ക്. ഓ, അമ്മ ഇപ്പൊ അവരുടെ ഭാഗത്താണല്ലേ? പിന്നെ നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ രീതിക്ക് അനുസരിച്ച് ജീവിക്കണ്ടേ? എന്റെ ഭാഗം കേൾക്കാനും നിൽക്കാനൊന്നും ആരും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മ ഫോൺ പോയി. ആരും ഒന്ന് മതിയാക്ക്. അമ്മ ഒന്ന് മിണ്ടായിരി. അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പെൺമക്കളെ ഉപദേശിക്കണം നിങ്ങളെ പോലുള്ള അമ്മമാരെ വേണം ആദ്യം പറയാൻ. എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ? 10-25 കൊല്ലേ ഞാൻ ചെയ്ത് ശീലിച്ച കാര്യങ്ങളും കഴിച്ച് ശീലിച്ച ആഹാരമൊക്കെ മറന്ന് താലി കെട്ടി അന്ന് തൊട്ട് വന്ന് ഏറിയ വീട്ടിലുള്ളവരെ പോലെ ജീവിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അതിന് നിന്റെ അടുത്ത് ഞങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ അടത്തുന്നത് തെറ്റാണ് അമ്മ. എന്തിടണം, എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ബേസിക് നീഡ്സ് ആണ്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയാണ്.